റയാൻഷി രണ്ടുപേരിൽ നിന്നും കണ്ണുകൾ മാറ്റി. റയാൻഷി വിട്ടോ, ഞങ്ങൾ വന്നോളാം. ഹരി അലസമായി പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി. മുന്നിൽ നിൽക്കുന്നവന് അങ്ങനെ തന്നെ നടന്നു. വാ പോവാ. ഹരിയും ലച്ചുവും നടന്ന് അവന്റെ മുന്നിൽ വന്നപ്പോ അവൻ ലച്ചുവിനെ നോക്കി പറഞ്ഞു. ഹരി അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ഇവനോടല്ലേ ഈ പറഞ്ഞതൊന്നും എന്ന പോലെ. എങ്ങോട്ട്? ഹരി ലച്ചുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. റയാൻഷി ലച്ചുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഹരിയെ നോക്കി. എങ്ങോട്ടെങ്കിലും. റയാൻഷി തിരിച്ചു പറഞ്ഞു. ഹരി ലച്ചുവിനെ ഒന്ന് നോക്കിയ ശേഷം പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. നിങ്ങൾ ഹണിമൂണിനൊന്നും അല്ലല്ലോ പോകുന്നത്, ബന്ധം പിരിയാനല്ലേ? അതിന് ഒരുമിച്ചല്ല പോവേണ്ടത്. അതെ, ബന്ധം പിരിയാൻ തന്നെയാണ് പോകുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ മാത്രമുള്ള ഞങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും യാത്ര അതിങ്ങനെ വേണമെന്ന് തോന്നി. റയാൻഷി ഒട്ടും കൂസാതെ പറയുമ്പോൾ ഹരി അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. എന്തോ പറയാനായി വന്നതും ലച്ചു അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, എന്റെ കാറ് വന്നോളാം, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നാൽ മതി. ലച്ചു റയാൻഷിനെ നോക്കാതെ ഹരിയെ നോക്കി പറയുമ്പോൾ ഡ്രൈവിംഗ് അറിവോ എന്ന പോലെ റയാൻഷി അവളെ ഒന്ന് നോക്കി. ലച്ചു കാറിന്റെ കീ എടുക്കാൻ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും റയാൻഷി അവളുടെ കയ്യിൽ പിടിച്ചു. ലച്ചു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അതവൾ പ്രതീക്ഷിച്ചില്ല. എന്തിന് പിടിച്ചവൻ പോലും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയപ്പോൾ നിർത്താനായി പിടിച്ചതാണ്. കൈയെടുക്ക്. റയാൻഷി കൈയെടുക്കാൻ വേണ്ടി അവന്റെ വിരലുകൾ അയച്ചതും ഹരിയുടെ കടുപ്പിച്ച ശബ്ദം. ഹരിയെ തലചരിച്ചു നോക്കുന്നതിന്റെ ഒപ്പം അയച്ച വിരലുകൾ ഒന്നുകൂടെ ബലത്തിൽ ലച്ചുവിന്റെ കയ്യിൽ അമർന്നു. അത് മനസ്സിലായ പോലെ ലച്ചു ഹരിയെയും റയാൻഷിനെയും മാറി മാറി നോക്കി. ലോകത്ത് ആദ്യമായിരിക്കും ഭർത്താവിന്റെ സഹോദരന്റെ ഇടയിൽ കിടന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ വീർപ്പുമുട്ടുന്നത്. കൈയെടുക്ക് റയാൻഷ്. ഒന്നുകൂടെ ആ വാക്കുകൾ പറയുന്നതിന്റെ ഒപ്പം റയാൻഷിന്റെ കൈ ലച്ചുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനും നോക്കി. ഞാൻ എന്റെ ഭാര്യയുടെ കയ്യിലല്ലേ പിടിച്ചിരിക്കുന്നത്. നിയമപരമായും അല്ലാതെ അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ പിടിക്കും, നീ പോയി നിന്റെ പണി നോക്ക്. സ്വന്തം പെങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നവൻ ഒരു സഹോദരന്റെ മുന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞ ആർക്കെങ്കിലും പിടിക്കുവോ? ഇല്ല, പിടിക്കില്ല, ആർക്കും പിടിക്കില്ല. ഹരി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന വലിയൊരു ഇഷ്ടക്കേടോടെ റയാൻഷിന്റെ കൈ കുടഞ്ഞിറങ്ങി. നിനക്ക് പിടിക്കാനും അമർത്താനും ഒക്കെ നീ വേറെ കെട്ടിക്കോ. എന്റെ പെങ്ങളെ നിനക്കതിന് കിട്ടില്ല, ഞാൻ തരത്തില്ല. നീ പോയി നിന്റെ പണി നോക്ക്. ഞാൻ എന്റെ പണി തന്നെയാണ്, ഒന്ന് നിർത്തുവോ? അതൊരു അലർച്ചയായിരുന്നു. പറയാൻ വന്നത് മുഴുവനാക്കാതെ അവൻ ലച്ചുവിനെ നോക്കി. ഇത്രയ്ക്ക് ശബ്ദമൊക്കെ ഉണ്ടോ? കണ്ടാ പറയില്ല. അവൻ പതിയെ അവളുടെ കയ്യിലെ പിടിവിട്ടു. ഹരിയും ലച്ചുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. അവൾ തന്നെയല്ലേ അത് പറഞ്ഞതെന്ന പോലെ. ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, രണ്ടുപേരും ഒന്ന് പോ പ്ലീസ്. കൈ കൂപ്പിക്കൊണ്ട് ലച്ചു പറഞ്ഞു. റയാൻഷി ഉള്ളിൽ നിന്ന് പുകഞ്ഞു കത്തി വന്ന ദേഷ്യത്തിൽ തിരിഞ്ഞു നടന്നു. ഹരിയും ഒന്ന് അടങ്ങി. ലച്ചു അകത്തേക്ക് പോയി കീ എടുത്തു വന്ന് അവളുടെ കാറിൽ കയറി. ഹരി അവൾക്ക് പിന്നാലെ അവന്റെ കാറിലും കയറി. ആദ്യം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയത് റയാൻഷിന്റെ കാറാണ്. പിന്നാലെ ലച്ചുവും, അതിന്റെ പിന്നാലെ ഹരിയും. അവൻ വണ്ടി ഓടിക്കുമ്പോഴും നോട്ടം മിററിൽ കൂടെ പിന്നിൽ വരുന്ന കാറിലായിരുന്നു. മുഖമൊന്നും കാണാനില്ല, പക്ഷെ ആള് കാണുന്ന പോലെ അത്ര പാവമൊന്നും അല്ലെന്ന് തോന്നി തുടങ്ങി. നല്ല സ്മൂത്തായി കാർ ഓടിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. നല്ല ഭംഗിയുള്ള ഒരു ചിരി. റയാൻഷി കാർ നിർത്തി അതിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ലച്ചു കാർ കൊണ്ടുവന്ന് നിർത്തിയത്. അവർക്ക് പിന്നാലെ ഹരി. റയാൻഷി ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഹരിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവളും അകത്തേക്ക് നടന്നു. ആ കുട്ടി വന്നില്ലേ? ഒറ്റയ്ക്ക് അകത്തേക്ക് കയറി വരുന്നവനെ കണ്ട് രുദ്രൻ ചേർന്ന് നിന്ന് എഴുന്നേറ്റു. ഒപ്പം ശിവശങ്കറും ഉണ്ടായിരുന്നു. റയാൻഷി ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് നോക്കി. ഹരിയുടെ ഇടത്തെ കൈയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്ന് വരുന്ന ലച്ചു. അത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് റയാൻഷി വേഗം അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി. ലച്ചുവിനെയും ഹരിയെയും കണ്ടതും രുദ്ര അവരുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കണ്ണുകൾ അവന്റെ അനിയന്റെ ഹൃദയം കവർന്ന പെൺകുട്ടിയിലായിരുന്നു. ആ മുഖത്തൊരു ദുഃഖത്തിന്റെ ആഴക്കടൽ കുത്തി മറിയുന്നുണ്ടെന്ന് അവന് തോന്നി. രുദ്ര ഹരിക്ക് നേരെ കൈനീട്ടി. ഹരി ആ കൈയിലേക്ക് കൈ ചേർത്തു. അനിയനോടുള്ള ദേഷ്യമൊന്നും ഏട്ടനോട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, വാ അങ്ങോട്ടിരിക്കാം. റയാൻഷിന്റെ ശബ്ദം കേട്ടതും ലച്ചു മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി. ശേഷം ഹരിയെ. അവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങും മുമ്പേ തന്നെ റയാൻഷി ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. ആ കൈ പിന്നിലേക്കൊന്ന് വലിച്ചു നോക്കുക പോലും ചെയ്യാതെ ലച്ചു അവന്റെ കൂടെ നടന്നു. ഹരി അതൊന്ന് നോക്കി നിന്നു. റയാൻഷിനെ അവന് മനസ്സിലാവുന്നതേയില്ല എന്നതാണ് നേര്. അവരുടെ പേര് വിളിക്കാൻ കുറച്ച് വൈകും, നമുക്ക് അങ്ങോട്ട് പുറത്തേക്ക് ഇരിക്കാം. രുദ്രൻ പറയുമ്പോ ഹരി നടന്നകന്ന് പോകുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിരുന്നു. കൂടെ വന്നവർക്കിരിക്കാൻ പുറത്തും ഭാര്യയ്ക്കും ഭർത്താവിനും അതുപോലെ അകത്തും നീളത്തിലൊരു വരാന്തയാണ്. റയാൻഷി ലച്ചുവിനെ കൊണ്ട് അതിന്റെ അറ്റത്തേക്കാണ് പോയത്. ഹരിയും രുദ്രനും ഒപ്പം ശിവശങ്കറും വന്നിരുന്നു. എത്ര നേരം ആ ഇരിപ്പിരിക്കണം എന്നറിയാതെ. ഇവിടെ ഇരുന്നോ. ലച്ചുവിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ഒരു ചെയറിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് റയാൻഷി പറഞ്ഞതും ലച്ചു അങ്ങോട്ടിരുന്നു. ഒപ്പം അവളുടെ അടുത്ത ചേറി അവനും ഇരുന്നു. ലച്ചു ചുറ്റും നോക്കി. അവരുടെ നേരെ അവർക്കരികിലും ഒക്കെ ആരൊക്കെയോ ഇരിക്കുന്നു. ലച്ചു മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. ചുവരിലേക്ക് തലവെച്ച് കണ്ണുകൾ അടച്ചിരിക്കുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ട്.
മുഖമൊക്കെ ആകെ വിങ്ങി വീർത്തുകൊണ്ട്. ലച്ചുവിന് കരച്ചിൽ വന്നു. അവളുടെ കണ്ണുകൾ തൊട്ടപ്പുറത്തേക്ക് പോയി. നിറവയറി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ കരയുന്നില്ല. മുഖത്ത് സങ്കടമോ വേദനയോ ഒന്നുമില്ല. എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഭാവത്തിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നു. ലച്ചുവിന്റെ കണ്ണുകൾ കുറച്ചു മാറി നിൽക്കുന്ന ചെറുപ്പക്കാരനിൽ പതിഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ കരയുന്ന പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്തുള്ള ചെറുപ്പക്കാരൻ തലയിൽ കൈതാങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ജീവിതം മടുത്തും വെറുത്തും വേർപിരിയാൻ വന്നിരിക്കുന്നവർ. മുന്നിലിരുന്ന് കരയുന്ന പെൺകുട്ടിയുടെ കണ്ണുനീർ കണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവളുടെ മടിയിലിരുന്ന കൈകൾക്ക് മുകളിൽ ഉറച്ചൊരു കൈ ചേർന്നു. ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ മടിയിലേക്ക് നോക്കി. അവളുടെ 2 കൈകളും ഒരു കൈക്കുള്ളിൽ മുറുകെ പിടിച്ചു വെച്ചിരിക്കുവാണവൻ. ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ഹേയ്, കരയാ താൻ? അവനെ നോക്കിയ നേരം നിറഞ്ഞ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നുകൊണ്ട് അവളുടെ കവിളിലേക്ക് വീണു. റയാൻഷി ചോദിക്കുന്നതിനൊപ്പം ആ കണ്ണുനീർ തുടച്ചും കൊടുത്തു. പേടിക്കണ്ട, ആന്റി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതി. ആർദ്രമായി അവളുടെ പേടിയും സങ്കടവും നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു. വിവാഹം പിരിയാൻ തന്നെ വന്നതല്ലേ എന്നൊരു സംശയമാണ് അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നത്. അപ്പോഴും അവന്റെ വലത്തേക്ക് ലച്ചുവിന്റെ വിയർത്ത ഉള്ളം കൈകളെ പതിയെ തലോടിക്കൊണ്ടിരിക്കുവായിരുന്നു. ലക്ഷ്മി, റയാൻഷ്. അകത്തുനിന്ന് പേര് വിളിച്ചതും ലച്ചു ഒന്ന് വിറച്ചു. റയാൻഷിന്റെ കൈക്കുള്ളിലിരിക്കുന്ന അവളുടെ 10 വിരലുകളും അവന്റെ കൈവിരലുകളെ അമർത്തിപ്പിടിച്ചു. വാ, അകത്തേക്ക് പോവാം. അവന്റെ കൈ പിൻവലിച്ചുകൊണ്ട് അവൻ ചേറിൽ നിന്ന് എഴുന്നേറ്റു. ഒപ്പം ലച്ചുവിന്റെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. ലച്ചു പേടിയോടെ അവനെ നോക്കി. ഒന്നുമില്ല, ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ മതി കേട്ടോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്തുകൊണ്ട് പേടി കൊണ്ട് വിറച്ചു നിൽക്കുന്നവളുടെ മുഖത്തെ വിയർപ്പ് അവൻ ഒപ്പിക്കൊടുത്തു. ലച്ചു കണ്ണിലൂറിയ അത്ഭുതത്തോടെ അവനെ നോക്കി. മുന്നിൽ നിൽക്കുന്നവരെ മനസ്സിലാവുന്നതേയില്ല. ലച്ചുവിന്റെ വിയർപ്പൊപ്പിയ കർച്ചീഫ് പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവൻ ലച്ചുവിനെ അവനോട് ചേർത്ത് നിർത്തി അകത്തേക്ക് കയറി. അവിടെ ഇരിക്കുന്ന ചിലരുടെയൊക്കെ കണ്ണുകൾ അവരിലായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ വിവാഹബന്ധം വേർപെടുത്താൻ വരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭർത്താവ് അകത്തേക്ക് പോകൂ എന്നാണ് അവരുടെയൊക്കെ മനസ്സിൽ തെളിഞ്ഞത്. 2 കൈമുട്ടും മുന്നിലെ ടേബിളിൽ കുത്തി ഉള്ളംകൈയാ താടിയും താങ്ങി ഒരു ചിരിയോടെ അവരെ നോക്കുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് ലച്ചു റയാൻഷിനോട് ചേർന്ന് മുന്നോട്ട് നടന്നു. ഇരിക്കെ. മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ ചുണ്ടിലെ കുസൃതി ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ലച്ചു റയാൻഷിനെ നോക്കി. അവന്റെ ചുണ്ടിലും ഉണ്ട് അതുപോലെ ഒരു ചിരി. റയാൻഷി ലച്ചുവിന്റെ തോളി പിടിച്ചുകൊണ്ട് ചെയറിലേക്ക് ഇരുത്തി. ഒപ്പം അവനും ഇരുന്നു. വന്നിട്ട് കുറെ നേരമായോ? അധികമൊന്നും ആയില്ല. അവരുടെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞു. സീമയുടെ കണ്ണുകൾ ലച്ചുവിന്റെ മുഖത്ത് പതിഞ്ഞു. പൂ പോലെ ഒരു പെൺകുട്ടി കരഞ്ഞിട്ടുണ്ട്. ആ നീളമുള്ള പീലികളിൽ തങ്ങി നിൽക്കുന്ന നനവ് കണ്ടപ്പോ അവർക്ക് മനസ്സിലായി. കഴുത്തിൽ താലിയുണ്ട്. നെറുകെ ചെറുതായി സിന്ദൂരവും ചാർത്തിയിട്ടുണ്ട്. സീമ ലച്ചുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. പതിഞ്ഞൊരു ചിരി അവൾ തിരിച്ചും കൊടുത്തു. ലക്ഷ്മി എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ വിവാഹത്തിന് വന്നിരുന്നു. അടുത്ത് വന്ന് പരിചയപ്പെട്ടിരുന്നു. അവർ ചോദിക്കുമ്പോൾ ലച്ചു അവരുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഇല്ലെന്ന് തലയാട്ടി. അങ്ങനെ ഒത്തിരി പേര് വന്ന് റയാൻഷിന്റെ ആരൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ഒരു പുകമയം പോലെയാണ് തോന്നുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ലക്ഷ്മിയുടെ വീട്ടുകാർ അഡ്വക്കേറ്റിനെ കണ്ടോ? അതിന് ലച്ചു ഇല്ലെന്ന് തലയാട്ടി. എന്തോ മുന്നിലിരിക്കുന്ന സ്ത്രീ അറിയപ്പെടുന്ന ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. ഒരു വക്കീലിന്റെ മുന്നിൽ ഇതുപോലെ ജീവിതം തകർന്നിരിക്കേണ്ടി വരുമെന്നൊന്നും അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന്റെ ഒരു അങ്കലാപ്പൊക്കെ അവളുടെ മുഖത്തുണ്ടായിരുന്നു. മടിയിലിരിക്കുന്ന അവളുടെ വിരലുകളെ അവൾ കോർത്തും അയച്ചു ഇരുന്നുകൊണ്ടിരുന്നു. പേടിയാവുന്നു. എന്തിന്? ആ റൂമും പുറത്തെ സാഹചര്യവും മുന്നിലിരിക്കുന്ന സ്ത്രീയുമൊക്കെ. എന്നാൽ അടുത്തിരിക്കുന്നവനെ നോക്കുമ്പോൾ വലിയൊരു ആശ്വാസവും. ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് റയാൻഷിനെ നോക്കി. ലച്ചുവിന്റെ നോട്ടം കണ്ടതും അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു. ലച്ചുവിന്റെ ഉള്ളു തണുത്തു. ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, ഇങ്ങനെയൊന്നും പെരുമാറില്ലേ. അവളുടെ നെഞ്ചിക്കിടക്കുന്ന താലി സംസാരിക്കുന്നത് പോലെ. അവനിൽ നിന്ന് അകലാൻ കഴിഞ്ഞില്ലെങ്കിലോ? അകന്നാൽ അതൊരു വേദനയായാലോ? മറക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത വേദന. ശ്രീലക്ഷ്മിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നോ? സീമ ചോദിച്ചതും അവൾ റയാൻഷിൽ നിന്ന് കണ്ണുകൾ മാറ്റി സീമയെ നോക്കി. അറിയുന്നവരാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എല്ലാം അറിയുന്നുണ്ടാവുമല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ ഒരു ചോദ്യം എന്നതുപോലെയായിരുന്നു. ലക്ഷ്മി. ഒന്നും മിണ്ടാതെ സീമയെ നോക്കിയിരിക്കുന്നവളെ റയാൻഷ് ഇത്തിരി കടുപ്പത്തിൽ വിളിച്ചു. അവൾ ദയനീയമായി അവനെ നോക്കി. ചോദിക്കുന്നതിന് മറുപടി കൊടുക്ക്. അവൻ പറയുമ്പോൾ അവളൊന്ന് തലകുലുക്കി കൊടുത്തു. പിന്നെ സീമയെ നോക്കി. സമ്മതമായിരുന്നു. പതിഞ്ഞൊരു ശബ്ദം. റയാൻഷ് അവളുടെ മടിയിലിരിക്കുന്ന കൈകളിൽ പതിയെ ഒന്ന് തലോടി. പെട്ടെന്ന് ലച്ചുവിന് സങ്കടം വന്നു. കണ്ണ് നിറഞ്ഞു. അവളൊന്ന് വിതുമ്പി. അവൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ കരയാൻ തോന്നാണ്, അകലാൻ തോന്നില്ല. ലച്ചു ഒന്ന് തേങ്ങിയതും അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തിരുത്തി. ലച്ചു ഒരു കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. റയാൻഷി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ മുന്നിലിരിക്കുന്ന സീമയെ നോക്കി.
അവർ ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ചേറി നിന്ന് എഴുന്നേറ്റു. സീമ ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്തുകൊണ്ട് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. വാ പൊളിച്ചുകൊണ്ട് കണ്ണും തുറച്ചുകൊണ്ട് നിൽക്കുന്ന ജൂനിയർ പെൺകുട്ടിയെ സീമ തട്ടി വിളിച്ചതും അവളും സീമയുടെ കൂടെ മാറി നിന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ? അവന്റെ നെഞ്ചിൽ നിന്ന് അനങ്ങാതെ അങ്ങനെ തന്നെ കിടന്നുകൊണ്ടാണ് അവൾ ചോദിക്കുന്നത്. അവന്റെ ഉള്ളിൽ അന്നേരം വാശിയോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ അവളുടെ തലമുടി തലോടിക്കൊണ്ടിരുന്നു. എങ്ങനെയൊക്കെ? റിയാൻഷു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തിരിച്ചു ചോദിച്ചു. ലച്ചു അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റി അകലാൻ ശ്രമിച്ചതും അവളുടെ മുടിയിഴകളെ തഴുകി തലോടിയ കൈകൾ കൊണ്ട് അവൻ അവളെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി. ലച്ചു കണ്ണുകൾ മാത്രം ഒന്ന് ഉയർത്തിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. പറ, എങ്ങനെയൊക്കെ? അവനെ കണ്ട നാൾ മുതൽ കേട്ടിട്ടുള്ള ശബ്ദമോ ഭാവമോ ഒന്നും ആയിരുന്നില്ല അന്നേരം അവന്റെ മുഖത്ത്. അവൻ തലയിൽ അമർത്തിപ്പിടിച്ച് നെഞ്ചിലേക്ക് വെച്ചതുകൊണ്ട് തന്നെ അവന്റെ മുഖഭാവമൊന്നും അത്രയ്ക്ക് ഭംഗിയിൽ കാണുന്നില്ല. ചുണ്ടുകൾ കാണുന്നുണ്ട്, അത്രമേൽ മനോഹരമായി ചിരിക്കുന്ന ചുണ്ടുകൾ മാത്രം. ഇങ്ങനെയൊക്കെ എന്തിനാ? നമ്മൾ പിരിയാൻ പോവല്ലേ? എന്നെ വേണ്ടല്ലോ. അവന്റെ കൈ ഒന്ന് അയഞ്ഞതും അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആര് പറഞ്ഞു? എനിക്ക് നിന്നെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീയല്ലേ എന്നെ വേണ്ടെന്ന് പറഞ്ഞത്. പറയുമ്പോൾ അവൻ ചുറ്റുമൊന്ന് നോക്കി. CCTV ഉണ്ടോ? ഉണ്ടെന്ന് കണ്ടതും അവനൊന്ന് ശരിക്കിരുന്നു. ലച്ചു ആണെങ്കിൽ അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് നിന്നെ വേണം. ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീയാ. അതങ്ങനെ മറ്റുള്ളവരുടെ നെറുകെട്ട പ്രവൃത്തിയിലൂടെ റയാൻഷു വിട്ടുകളയില്ല. പക്ഷെ ആരെയും എനിക്ക് പിണക്കാനും പറ്റില്ല. അങ്ങനെ ആരെയും പിണക്കാതെ നിന്നെ എനിക്ക് സ്വന്തമാക്കണം. അതാണ് ഇങ്ങനെ ഒരു വഴി. റയാൻഷു പറയുമ്പോൾ ലച്ചു ഒന്നും മനസ്സിലാവാതെ അവനെ തുറച്ചു നോക്കി. റയാൻഷു ലച്ചുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇതുപോലെ എല്ലാം അവളോട് തുറന്നു പറയണം എന്നൊന്നും അവന്റെ മനസ്സിലുണ്ടായിരുന്നതല്ല. സീമാന്റെ വഴി കാര്യങ്ങളൊക്കെ ആരും അറിയാതെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു അവന്റെ മനസ്സിൽ. പക്ഷെ അവൾ സങ്കടം കൊണ്ട് തേങ്ങിയപ്പോൾ, നെഞ്ചിൽ പറ്റിച്ചേർന്ന് കരഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി. ഇനിയുള്ളതൊക്കെ അവൾ അറിഞ്ഞുകൊണ്ട് മതിയെന്ന് അവനും ആ നിമിഷം ഉറപ്പിച്ചു. റിയാൻഷിന്റെ നെഞ്ചിൽ നിന്ന് ലച്ചു ഒന്ന് അകലാൻ ശ്രമിച്ചു. അവനതിന് സമ്മതിക്കാതെ അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്തിരുത്തി. ലച്ചു അടങ്ങിയില്ല. ഇത്തിരി ശക്തിയിൽ തന്നെ അവൾ കുതറി മാറി അവന്റെ മുഖത്തേക്ക് നോക്കി. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇങ്ങനെയൊക്കെ? ലച്ചു അവനിൽ നിന്ന് അകന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോടെ ചോദിച്ചു. റയാൻഷ് തലകുലുക്കി കാണിച്ചു. നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം. അവളെ കൊള്ളിച്ചുകൊണ്ട് അവൻ പറഞ്ഞതാണ്. ലച്ചുവിന്റെ മുഖം വാടി. എന്റെ ജനനത്തോടെ എന്റെ അമ്മ മരിച്ചു. ഇപ്പൊ അച്ഛന്റെ കൂടെയുള്ളത് രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയാണ്. അച്ഛനും എന്നെ നോക്കിയിട്ടില്ല, ആ സ്ത്രീയും എന്നെ നോക്കിയിട്ടില്ല. എന്നെ വളർത്തിയതും വലുതാക്കിയതും ഈ നിലയിൽ എത്തിച്ചതും ഒക്കെ എന്റെ ഏട്ടനാ. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്റെ ഏട്ടനെ ഒന്ന് കാണാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാ ഞാൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്. ലച്ചു അവളുടെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു. റിയാൻഷ് ഒന്നും മിണ്ടാതെ പല്ല് കടിച്ചു. ഇവൻ പറഞ്ഞ കാര്യം അതുപോലെ പെങ്ങളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത സഹോദരനെ അവൻ നന്നായി ഒന്ന് സ്മരിച്ചു. ഞാൻ എന്റെ ഏട്ടനാ എന്റെ ലോകം. അത് കഴിഞ്ഞ് എനിക്ക് ഈ ലോകത്ത് ആരുള്ളൂ. ആ ഏട്ടനെ മറന്നുകൊണ്ട് ഞാനൊന്നും. നീ നിന്റെ ഏട്ടനെ മറക്കൊന്നും വേണ്ട. അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ അവനോട് എന്തോ പറഞ്ഞതാ. ലച്ചുവിനെ പറഞ്ഞ മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൻ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ ഇത്തിരി ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മുഖമൊന്ന് വിടർന്നു. മുന്നിലിരിക്കുന്നവൻ പറഞ്ഞ ആ വാക്കുകൾ മാത്രമായിരുന്നു അവനിലേക്ക് അടുക്കാത്തതിനുള്ള കാരണം, അവന് വേണ്ടെന്ന് വെച്ച കാരണം. എന്നാലും എന്റെ വീട്ടുകാർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ അവന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്ന സൗമ്യതയൊന്നും ഇപ്പോഴില്ല. തികച്ചും ഗൗരവത്തിലാണ്. അതൊരു പ്രശ്നമാവില്ലേ? ലച്ചുവിന് അവന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടി തോന്നി. ഇപ്പൊ കണ്ട ഭാവമല്ല, കുറച്ചു കഴിഞ്ഞു കണ്ട ഭാവമല്ല പിന്നെ കണ്ട. എന്ത് പ്രശ്നം? അവൻ കടുപ്പിച്ചു ചോദിച്ചു. ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി വേറെ എങ്ങോട്ടോ നോക്കി. റയാൻഷ് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഇരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വഴി നോക്കുന്നത്. ഇതാവുമ്പോ ആർക്കിടയിലും ഒരു പ്രശ്നം വരില്ല. നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇപ്പൊ എതിരെ നിൽക്കുന്നവരൊക്കെ അവരുടെ പാട്ടിന് പോകും. എല്ലാ കാലത്തും നമ്മുടെ പിന്നാലെ നടക്കാൻ പറ്റുമോ? അവൻ പറയുന്നതൊന്നും അപ്പോഴും ലച്ചുവിന് മനസ്സിലായില്ല. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല, തലയാട്ടി. പിന്നെ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്റെ ഏട്ടനോട് പറയണ്ടേ? പറയാതെ ഇതൊക്കെ ചെയ്താൽ പറ്റിക്കുന്നത് പോലെ ആവില്ലേ? ഒന്ന് അയഞ്ഞു വന്ന മുഖം അത് കേട്ടപ്പോ ഒന്ന് മുറുകി വന്നു. ഏട്ടനെന്ന് കേൾക്കുമ്പോ തന്നെ ചെറുക്കന് പ്രഷർ കയറുകയാണ്. ആലോചിക്കാം, കടുപ്പിച്ച് അത്രമാത്രം അവൻ പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണുനീർ കണ്ട് മനസ്സറിഞ്ഞ് അവളോട് ഉള്ളിലുള്ള പ്ലാൻ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൻ അന്നേരം തോന്നി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇനി എന്ത് ചെയ്യാനാ? ഹരിയുടെ മകളാണ് ശ്രീലക്ഷ്മി അല്ലേ? ഒന്നും മിണ്ടാതെ കയ്യിലെ വാച്ചിലേക്കും അകത്തേക്കും നോക്കിയിരിക്കുന്നവൻ രുദ്രന്റെ ശബ്ദം കേട്ട് അവനെ നോക്കി. പിന്നെ ഒന്ന് ചിരിച്ചു കൊടുത്തു.
മകളെപ്പോലെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. രുദ്ര ഒരു ചിരിയോടെ പറഞ്ഞു വന്ന് ക്ലിയർ ആക്കി കൊടുത്തു. ഹരി മനസ്സിലായി എന്ന പോലെ തല കുലുക്കി കൊടുത്തു. അതെ, അങ്ങനെയാണ് ഞാൻ വളർത്തിയത്. താഴത്തും തലയിലും വെക്കാതെ. ആ കാലിലോ കയ്യിലോ ഒന്ന് മുള്ളു കുത്തിയ പോലും എനിക്ക് സഹിക്കില്ല. അവൻ അത് പറയുമ്പോ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രുദ്രനും ശിവശങ്കറും അവനെ കേട്ടിരുന്നു. അമ്മ ഞങ്ങളുടെ കുഞ്ഞിലേ മരിച്ചു. അതുകൊണ്ട് ആ സ്നേഹം ഞങ്ങൾ രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് അച്ഛൻ എന്ന് പറയുന്നേ. അയാളുടെ സ്വഭാവം പിന്നെ നിങ്ങൾക്കറിയില്ലേ? പണം പണം, ആ ചിന്ത മാത്രം. അതിനിടെ ഞങ്ങളെ ഒന്നും നോക്കിയില്ല. ഇടയ്ക്കെപ്പോഴോ വേറെ വിവാഹം കഴിച്ചു. അതിനുശേഷം പൂർണ്ണമായും അകന്നു. ഒന്നും ഞങ്ങൾക്ക് തന്നില്ലെന്ന് പറയുന്നില്ല. പണം തന്നിട്ടുണ്ട്, ആവശ്യത്തിൽ അധികം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. എനിക്കും എന്റെ പെങ്ങൾക്കും ചിലവാക്കിയതിന്റെ ഇരട്ടി ഞാൻ ബിസിനസ് ചെയ്ത് അയാൾക്ക് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ലച്ചുവിന് ഈ പ്രൊപ്പോസൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. കാരണം എന്റെ റോൾ മോഡൽ ആയിരുന്നു റയാൻഷ് കൃഷ്ണ. അവൻ എന്റെ പെങ്ങളെ കൊടുക്കുക എന്ന് പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഒരു സൗഭാഗ്യം വരാനില്ലെന്നായിരുന്നു എന്റെ ഉള്ളിൽ. പക്ഷെ എന്റെ തന്തയുടെ പിടിപ്പുകേടുകൊണ്ട് എല്ലാം താളം മറിഞ്ഞു. ഒരു നെടുവീർപ്പോടെ ഹരി പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനും ശിവശങ്കറും പരസ്പരം ഒന്ന് നോക്കി. ഹരി, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഹരിയുടെ അഭിപ്രായം? താല്പര്യമില്ല. രുദ്രൻ പറഞ്ഞു നിർത്തിയ ഉടനെ തന്നെ ഹരി മറുപടി പറഞ്ഞു. രുദ്രനും ശിവശങ്കറും പരസ്പരം ഒന്ന് നോക്കി. അങ്ങനെ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വേറെ ഒന്നും കൊണ്ടല്ല, റയാൻഷിനെ എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ അവന്റെ ദേഷ്യവും വാശിയും ഒന്നും എന്റെ കുഞ്ഞിന് സഹിക്കില്ല. അവരൊരിക്കലും നല്ലൊരു കപ്പിൾസ് ആവില്ല. എന്റെ കുഞ്ഞിന് അവനൊരു തെറ്റായ ഓപ്ഷൻ ആയിരിക്കും. ഹരിയുടെ മനസ്സിലുള്ളത് അവൻ അതുപോലെ തന്നെ പറഞ്ഞു. രുദ്രൻ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ ഇരുന്നു. പിന്നെ സംസാരിച്ചു തുടങ്ങി. റയാൻഷിനെ ഹരി മനസ്സിലാക്കി വെച്ചിട്ടുള്ളതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ അവൻ നല്ലൊരു പാർട്ട്ണർ ആവില്ലെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അവന്റെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളും ഒക്കെ ഇത്തിരി വ്യത്യാസമുള്ളതാണ്. അവൻ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് അവന് ലക്ഷ്മിയെ ഇഷ്ടമാണ്. അവളൊന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഉപേക്ഷിക്കാൻ മാത്രമുള്ള ഇഷ്ടമേ അവനുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഹരി തിരിച്ചു ചോദിച്ചു. രുദ്ര അതിനൊന്ന് ചിരിച്ചു. അവിടെയാണ് ഹരിക്ക് തെറ്റിയത്. അവൻ എല്ലാവരെയും അങ്ങനെ വിശ്വസിപ്പിച്ചതാണ്. അല്ലാതെ അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യില്ല. അവൻ പഠിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ ഒന്നും അവനൊരു റിലേഷൻ പോലും ഇല്ലായിരുന്നു. അവനൊരു സ്ത്രീ വിരോധിയാണോ, വിവാഹം കഴിക്കില്ലേ എന്നൊക്കെയുള്ള ആശങ്ക ഞങ്ങൾ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതൊക്കെ മാറി മറിഞ്ഞത് അവൻ ശ്രീലക്ഷ്മിയെ കണ്ട ശേഷമാണ്. രുദ്രൻ പറഞ്ഞു നിർത്തിയതും ഹരി ഒന്നും മനസ്സിലാവാതെ രുദ്രനെ നോക്കി. കിച്ചുവിന് നിന്റെ പെങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അവ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയത് മറ്റുള്ളവരുടെ പിടിപ്പുകേട് കൊണ്ട് അവൻ കളയുമെന്ന് ഹരി വിശ്വസിക്കുന്നുണ്ടോ? വിട്ടുകളയില്ല, ഒരിക്കലും വിട്ടുകളയില്ല. രുദ്രൻ പറയുമ്പോ ഹരി ആ ഇരിപ്പ് അങ്ങനെ ഇരുന്നു പോയി. കുറച്ചു നേരത്തിന് ആരും പിന്നെ ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഇതൊക്കെ വെറും നാടകമാണോ? ഹരിയുടെ വാക്കുകളിൽ ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു. നാടകമൊന്നുമല്ല. ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ലച്ചുവിന് പറഞ്ഞു കൊടുക്കാനാണ്. ഇവരുടെ കാര്യത്തിൽ ഡിവോഴ്സ് കിട്ടുന്നതൊന്നും അത്ര എളുപ്പമല്ല. അതും അവർക്ക് സമ്മതമല്ലെങ്കിൽ ഒട്ടും കിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ്. ആ കാര്യത്തിൽ റിയാൻഷിന്റെ ഉള്ളിലും എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു ഉത്തരം പറയാൻ രുദ്രനും കഴിഞ്ഞില്ല. എന്റെ അനിയനും നിന്റെ അനിയത്തിയും കൂടി മുന്നോട്ട് ജീവിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഹരി അതിനെ എതിർക്കരുത്. ശ്രീലക്ഷ്മിയെ കിച്ചു പൊന്നുപോലെ നോക്കിക്കോളുമെന്ന് ഞാൻ വാക്കു തരുന്നു. രുദ്രൻ പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. അവർ പിരിയണമെന്ന് അത്രമാത്രം മനസ്സ് ഉറപ്പിക്കുമ്പോൾ അവർ ഒന്നിക്കാനുള്ള ഒരു വഴി തെളിയും. എന്നാൽ അവരെ ഒന്നിപ്പിക്കാമെന്ന് മനസ്സ് ഉറപ്പിക്കുമ്പോൾ അവരെ അകറ്റാനുള്ള വഴിയും തെളിയും. ഹരി തലയിൽ കൈകൊടുത്തുകൊണ്ട് കുനിഞ്ഞിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ